മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ക്ഷുഭിതനായി വെള്ളാപ്പള്ളി നടേശൻ. മലപ്പുറത്ത് SNDPക്ക് സ്കൂൾ തുടങ്ങാനാവില്ലെന്ന് വെള്ളാപ്പള്ളി. SNDPക്ക് സ്ഥലം കിട്ടാത്തതാണോ പ്രശ്നമെന്ന ചോദ്യം. അനുമതി കിട്ടുന്നില്ലെന്ന് വെള്ളാപ്പള്ളി. 9 വർഷമായി പിണറായി സർക്കാരല്ലേ എന്ന ചോദ്യം. റിപ്പോർട്ടർ കുറെ നാളായി തുടങ്ങിയെന്ന് പറഞ്ഞ മൈക്ക് തട്ടിമാറ്റിയുള്ള പ്രതികരണവും കണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാൻ എല്ലാം ഉണ്ട്. അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടറെ നിങ്ങൾ 9 വർഷത്തിനിടെ നോക്കിയില്ലേ ഈ CPI? റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, മൈക്ക് തട്ടിക്കൊണ്ട് രോഷമാണ്. ചോദ്യം അദ്ദേഹത്തിന് പിടിച്ചില്ല അല്ലേ? ഒട്ടും പിടിച്ചില്ല സ്മൃതി. മൈക്ക് മാത്രമല്ല, അതിനുശേഷം എന്റെ കൈയും പലതവണ തട്ടിമാറ്റി. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പ്രകോപിതരായത്. അതായത് താങ്കളെ വർഗീയവാദി എന്ന് പറയുന്നുണ്ടല്ലോ എന്ന ചോദ്യം മാധ്യമപ്രവർത്തകരിൽ ഒരാൾ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ മലപ്പുറത്തെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ആ 3 ജില്ലകളിൽ സ്കൂൾ തുടങ്ങാൻ SNDPക്ക് കഴിയുന്നില്ല, അതുകൊണ്ടാണ് അത്തരമൊരു പരാമർശം നടത്തിയത് എന്നതായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ മറുപടി. അപ്പോ ഞാൻ തിരിച്ചു ചോദിച്ചു, എന്തുകൊണ്ടാണ് സ്കൂൾ തുടങ്ങാൻ പറ്റാത്തത്? SNDPക്ക് അവിടെ സ്കൂൾ തുടങ്ങാൻ വേണ്ടി സ്ഥലം വാങ്ങാൻ പോകുമ്പോൾ ആരെങ്കിലും സ്ഥലം തരാതിരിക്കുന്ന, SNDPക്ക് ആയതുകൊണ്ട് സ്ഥലം തരുന്നില്ല എന്ന നിലപാടെടുക്കുന്ന പ്രശ്നമാണോ എന്ന ചോദ്യത്തിന് SNDPക്ക് അവിടെ സ്ഥലമുണ്ട്, പക്ഷെ അനുമതി കിട്ടുന്നില്ല തുടങ്ങാൻ എന്ന മറുപടിയാണ് വെള്ളാപ്പള്ളി നടേശൻ നൽകിയത്. അങ്ങനെയാണെങ്കിൽ അനുമതി നൽകേണ്ടത് കഴിഞ്ഞ 9 വർഷമായി പിണറായി വിജയൻ സർക്കാരല്ലേ ഇവിടെ ഭരിക്കുന്നത്, അവരല്ലേ അനുമതി തരേണ്ടത് എന്ന ചോദ്യത്തിലാണ് ഉത്തരം മുട്ടി വെള്ളാപ്പള്ളി നടേശൻ റിപ്പോർട്ടറിന് കുറെ കാലമായി തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞ് ആദ്യം മൈക്ക് തട്ടിമാറ്റി. നമ്മൾ വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം താങ്കളുമായുള്ള ചങ്ങാത്തമാണെന്നാണല്ലോ CPIയുടെ റിപ്പോർട്ടിലുള്ളത് എന്ന ചോദ്യം ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം കൈ പലതവണ തട്ടിമാറ്റി. പിന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തിനൊപ്പമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒപ്പം ശിവഗിരി മഠത്തിന്റെ വോളണ്ടിയർമാരായ പ്രവർത്തകരും ഇടപെട്ട് അദ്ദേഹത്തെ കാറിൽ കയറ്റി പറഞ്ഞു വിടുകയായിരുന്നു. ഉത്തരം മുട്ടിയപ്പോൾ റിപ്പോർട്ടറിന്റെ നെഞ്ചത്തേക്ക് കയറുന്ന നിലപാടാണ് വെള്ളാപ്പള്ളി നടേശൻ. ഒന്നുകൂടി ആ പ്രതികരണം കാണേണ്ടതുണ്ട്. കാരണം അദ്ദേഹം മുഖം കൊണ്ടൊരു ആക്ഷനും കാണിക്കുന്നുണ്ട്. ഇത്രത്തോളം പ്രകോപിതനായി വെള്ളാപ്പള്ളിയെ മുമ്പ് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എല്ലാം ഉണ്ട്. അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടറെ നിങ്ങൾ 9 വർഷത്തിനിടെ നോക്കിയില്ലേ ഈ CPI? റഹീസ് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ ഇത് ഏത് പരിപാടിക്ക് ശേഷം ഇറങ്ങി വരുമ്പോഴാണ് വെള്ളാപ്പള്ളി ഇങ്ങനെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്? ആദ്യ ചോദ്യം എന്തായിരുന്നു വെള്ളാപ്പള്ളിയോട്? ആസ്മൃതി, ശിവഗിരി മഠത്തിന്റെ വാർഷികാഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ളവർക്കൊപ്പം വേദിയിൽ വെള്ളാപ്പള്ളി നടേശനും SNDP യൂണിയന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പങ്കെടുത്തിരുന്നു. മുഖ്യമന്ത്രിമാർ ഇവിടെ നിന്ന് പോയതിനു ശേഷമാണ് വെള്ളാപ്പള്ളി നടേശൻ പുറത്തേക്കിറങ്ങിയത്. സ്വാഭാവികമായും CPIയുടെ CPIMന്റെ വിമർശനങ്ങളൊക്കെ ഉള്ള പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ മാധ്യമങ്ങൾ കാണുകയായിരുന്നു. മാധ്യമങ്ങൾ കാണുന്ന സമയത്ത് ഈ വിമർശനത്തെ കുറിച്ചൊക്കെ ചോദിച്ചു. അതിൽ കൃത്യമായ മറുപടി, അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എന്റെ മേൽ എന്തുകൊണ്ട് ഇങ്ങനെ വിമർശനം വരുന്നു എന്ന കാര്യം അറിയില്ല എന്ന് പറഞ്ഞ സാധാരണ ഒരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അതിനിടയിലാണ് ഒരു ദേശീയ മാധ്യമ പ്രവർത്തകൻ താങ്കളെ വർഗീയവാദിയാണെന്ന് പറയുന്നുണ്ടല്ലോ, അതിലെന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എന്ന ചോദ്യം ചോദിക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, എന്തുകൊണ്ടാണ് എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നത്? മലപ്പുറത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പോൾ എന്താണ് ശരി എന്ന് ചോദിച്ചപ്പോഴാണ് മലപ്പുറം അടക്കമുള്ള മലബാറിലെ 3 ജില്ലകളിൽ SNDPക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ട് എന്ന മറുപടി അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായും അവിടെ നിന്ന ആളെന്ന നിലയിൽ നമുക്ക് അറിയാത്ത ഒരു കാര്യം കൂടി ആയതുകൊണ്ട് ഇനി അങ്ങനെ എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ SNDPക്ക് മലപ്പുറത്ത് മറ്റെല്ലാ മതസംഘടനകൾക്കും അവിടെ സ്കൂളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ തുടങ്ങാൻ കഴിയുമ്പോൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് SNDPക്ക് മാത്രം ഇത്ര കാലമായിട്ട് എന്തുകൊണ്ട് ഈ 3 ജില്ലകളിൽ സ്കൂൾ തുടങ്ങാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം നിരന്തരം പറയുന്നതിന്റെ ഒരു ഉത്തരം തേടേണ്ട ആവശ്യകതയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ മലപ്പുറത്തിലടക്കമുള്ള താങ്കൾ പറയുന്ന 3 ജില്ലകളിൽ
സ്കൂൾ തുടങ്ങാൻ വേണ്ടി സ്ഥലം കിട്ടാത്ത പ്രശ്നമുണ്ടോ എന്ന ചോദ്യം ഞാൻ തിരിച്ചു ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷേ സ്ഥലമൊക്കെ ഉണ്ട് എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. അപ്പൊ പിന്നെ എന്താണ് സ്കൂൾ തുറങ്ങാതിരിക്കാൻ പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അനുമതി കിട്ടുന്നില്ല എന്നതാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ അനുമതി നൽകേണ്ടത് പിണറായി വിജയൻ സർക്കാരിലെ കഴിഞ്ഞ 9 വർഷമായി അദ്ദേഹമല്ലേ ഭരിക്കുന്നത് എന്ന ചോദ്യം ഞാൻ ചോദിച്ച സമയത്ത് അദ്ദേഹം ഈ സർക്കാരിന്റെ കാര്യമല്ല എന്ന് ഒരു ലൈൻ പറഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് റിപ്പോർട്ടറിന് കുറെ കാലമായി ഈ പരിപാടി തുടങ്ങിയിട്ട്, നിനക്ക് കുറെ കാലമായി ഈ പരിപാടി തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞ് ആദ്യം മൈക്ക് തട്ടിമാറ്റി, 2-3 തവണ മൈക്ക് തട്ടിമാറ്റി. പക്ഷെ നമ്മൾ നമ്മുടെ ആ ചോദ്യത്തിൽ തന്നെ ഉറച്ചു നിന്നു. അതോടുകൂടി അദ്ദേഹം മുഖം വെച്ച് എന്തൊക്കെയോ ആംഗ്യം കാണിച്ചതിന് ശേഷം അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം താങ്കളാണെന്നാണല്ലോ CPI അടക്കമുള്ളവർ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് മാറി. പിന്നെ അദ്ദേഹത്തെ ഇവിടുത്തെ വോളണ്ടിയർമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് അവരുടെ വലയത്തിലാക്കി കാർ വിളിച്ച് അതിൽ കയറ്റി പറഞ്ഞു വിടുകയായിരുന്നു. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. വെള്ളാപ്പള്ളിക്ക് രോഷമാണ്, മാധ്യമങ്ങളുടെ മൈക്കുകൾ തട്ടിമാറ്റി, റിപ്പോർട്ടറുടെ മൈക്ക് തട്ടിമാറ്റി, പ്രത്യേകം പറഞ്ഞുകൊണ്ട് തന്നെയാണ് മൈക്ക് തട്ടിമാറ്റിയത്. ചോദ്യങ്ങൾ അദ്ദേഹത്തിന് പിടിച്ചില്ല. വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസംഗങ്ങളാണ് തെരഞ്ഞെടുപ്പ് പരാജയ കാരണമെന്ന CPI കൂടി വിലയിരുത്തിയ പശ്ചാത്തലമുണ്ട്. വെള്ളാപ്പള്ളി എന്താണോ പറയുന്നത് അത് ശരിവെക്കുന്ന രൂപത്തിൽ പിണറായി വിജയൻ പ്രവർത്തിച്ചു, അതാണ് പരാജയ കാരണം, ന്യൂനപക്ഷങ്ങളെ അകറ്റിയത് അതാണ് എന്നുള്ള വിലയിരുത്തൽ ഇപ്പോൾ LDFിലെ രണ്ടാമത്തെ ഘടകകക്ഷി, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകകക്ഷി CPI നടത്തിയിരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ആ ചോദ്യങ്ങൾ പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. മലപ്പുറത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. മലപ്പുറവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം അദ്ദേഹം ആവർത്തിക്കുകയാണ്. ശിവഗിരി തീർത്ഥാടനത്തിന്റെ പരിപാടിയിൽ നിന്ന് ഇറങ്ങി വന്ന ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ വിദ്വേഷ പ്രസംഗത്തോടുള്ള ചോദ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരം. വെള്ളാപ്പള്ളി തുടർച്ചയായി നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ, ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ, അതിനോടൊക്കെ കണ്ണടച്ചിരിക്കുന്ന പിണറായി വിജയൻ ആ രൂപത്തിൽ പ്രവർത്തിച്ചതാണ് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ബാധിച്ചത്, തെരഞ്ഞെടുപ്പിൽ പരാജയത്തിലേക്ക് തന്നെ ഇടവരുത്തിയത് അതാണ് എന്ന വിലയിരുത്തൽ CPI നടത്തുമ്പോൾ, മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി നടത്തുമ്പോൾ ആ ചോദ്യമാണ് വെള്ളാപ്പള്ളിക്ക് നേരെ ഉയർന്നത്. ആ ചോദ്യത്തിനോടാണ് ക്ഷുഭിതനായ വെള്ളാപ്പള്ളി മൈക്ക് തട്ടിമാറ്റിക്കൊണ്ട് പ്രതികരിച്ചത്.